റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി അല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മാപ്പ് ഞാൻ ലൈഫിൽ തുറന്നു നോക്കത്തില്ല. നമ്മളാരും കേരളത്തിന്റെ മാപ്പ് പോലും തുറന്നു നോക്കാത്തവരാണ്. പക്ഷേ ദുബൈയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് മാപ്പ് തുറന്നു നോക്കി എന്ത് ഡെവലപ്മെന്റ്സ് എവിടെയാണ് വരുന്നതെന്നും വന്നിട്ടുള്ളതെന്നും കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പൈസ ഉണ്ടാക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ചെറിയ സമയത്തിനുള്ളിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് ഷെയ്ഖ് സായദ് റോഡ്. റെഡ് ലൈൻ മെട്രോ ഓൾറെഡി വന്നിട്ടുള്ള സ്ഥലമാണ്. ബുർജ് ഖലീഫ, ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം കണക്കുള്ള ഡെവലപ്മെന്റ്സ് എല്ലാം ഓൾറെഡി വന്നിട്ടുള്ളത് ഈ കാണുന്ന ഷെയ്ഖ് സായദ് റോഡിലാണ്. അവിടെ ഈ കാണുന്ന സ്ഥലത്ത് പാം ജുമേരയുടെ തൊട്ടടുത്ത് പാം ജബലാലിൽ നിന്ന് സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ശോഭ സെൻട്രൽ എന്ന് പറയുന്ന 6 റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഷെയ്ഖ് സായദ് റോഡ് എന്ന് പറയുന്ന മേജർ ദുബൈയിലെ റോട്ടിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ള ആകെയുള്ള റെസിഡൻഷ്യൽ ടവർ. തൊട്ടടുത്ത് മെട്രോ ഉണ്ട്. ഈ ഒരു ടവറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ 100 മേനി കൊയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് കൺവിക്ഷനുള്ള പ്രൊജക്ട്സിനെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഇവിടെ നിന്ന് ഈ കാണുന്ന എമിറേറ്റ്സ് ഹിൽസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലാണ് ഇവിടെ UAE-യിലുള്ള ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ഈ കാണുന്നതാണ് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട്. എല്ലാം ഒരു 15 മിനിറ്റ് ഡിസ്റ്റൻസിൽ ശോഭ സെൻട്രൽ എന്ന് പേരിട്ടേക്കുന്ന പോലെ തന്നെ സെൻട്രലി ലൊക്കേറ്റഡ് ആണ്. അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബാക്കിയുള്ള റെസിഡൻഷ്യൽ ടവറിലൊക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 6.5 മില്യൺ ദിർഹംസാണ് 1 ബെഡ്റൂമിന്. അവിടുത്തെ 1/3 വിലയ്ക്കാണ് ശോഭയിൽ നമുക്ക് ഇന്നൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ പറ്റുക. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്തോ.